വയനാട്ടിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പുൽപ്പള്ളിയിൽ വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. പത്മജ നിവാസ് പ്രതാപചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 19 പവൻ സ്വർണവും 80,500 രൂപയും മോഷണം പോയി. രാത്രി ഒരു 8:40-നും 11:30-ക്കും ഇടയ്ക്ക് ഒരു 19 പവൻ സ്വർണവും ഒരു 80,500 രൂപ. ഞങ്ങൾ താലം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വൈഫും മോളുമാണ് ആദ്യം വന്നത്. അപ്പോൾ ഒരു തുറന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി മുകളിലാണ് പൊളിച്ചിരിക്കുന്നത്. മുകളിലെ ബാക്ക് ഡോറാണ് പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ബെഡ്റൂമിലേക്ക് നോക്കിയപ്പോൾ ബെഡ്റൂം ഡോറും പൊളിച്ചിരിക്കുന്നു. ഉള്ളിൽ അലമാരയോട് ചേർന്നിട്ടുള്ള അതിനകത്ത് വെച്ചിരുന്ന ഗോൾഡും പൈസയാണ് പോയത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, 19 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് വൻ തുകയാണ് അല്ലേ? ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? പറയൂ കൂടുതൽ വിശദാംശങ്ങൾ. അസ്മിത, ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പുൽപ്പള്ളി ടൗണിനടുത്താണ് ഈ ഒരു സംഭവം. വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു. പത്മജ നിവാസിലുള്ള പ്രതാപ് ചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. 19 പവൻ സ്വർണവും 80,500 രൂപയുമാണ് മോഷണം പോയിട്ടുള്ളത്. വീടിന്റെ പിൻവാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയതെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പുൽപ്പള്ളി ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവത്തിന് പോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു മോഷണം ഉണ്ടായിരിക്കുന്നത്. രാത്രി 8:30-ക്കും 11:30-ക്കും ഇടയിലാണ് മോഷണം നടന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. പുൽപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ, ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. വീടിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടന്നത്. 19 പവന്റെ സ്വർണവും 80,500 രൂപയും മോഷണം പോയിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.